ഹലോ സ്റ്റുഡൻസ്, നിങ്ങൾ പരീക്ഷയുടെ തിരക്കിലാണെന്ന് അറിയാം. നിങ്ങൾക്ക് പരീക്ഷ നേരത്തെ കഴിയേണ്ടതായിരുന്നു. അവശേഷിക്കുന്നത് ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മളുടെ 5ാമത്തെ സെമസ്റ്റർ തുടങ്ങേണ്ടുന്ന സമയമായി. ഈ സെമസ്റ്റർ തുടങ്ങേണ്ടുന്ന സമയം ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ റെഗുലറായിട്ട് തുടങ്ങുന്നതിന് മുൻപ് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പലർക്കും കണക്ഷൻ കിട്ടുന്നതിനുള്ള പ്രയാസം, ബുദ്ധിമുട്ട്, ഇടയ്ക്കൊക്കെ കണക്ഷൻ നഷ്ടപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. എന്നതുകൊണ്ട് ക്ലാസ്സുകൾ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത് തരുന്നതിനോടൊപ്പം ഓൺലൈനായിട്ട് ക്ലാസ് കൂടി എടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ക്ലാസ് ലഭിക്കാത്ത കുട്ടികൾക്ക് റെക്കോർഡ് ചെയ്ത ക്ലാസ് സമയം പോലെ ഡൗൺലോഡ് ചെയ്ത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്കുള്ള സംശയങ്ങൾ നേരിട്ട് നമ്മളുമായിട്ട് വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ഡിസ്കഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയോ ചെയ്യും. ഈ സെമസ്റ്ററിൽ ഞാൻ എടുക്കുന്ന വിഷയങ്ങളിലൊന്ന് ഇമ്മ്യൂണോളജി മൈക്രോബയോളജി എന്ന ടെക്സ്റ്റിലെ ഇമ്മ്യൂണോളജി പാർട്ടാണ്. ഇമ്മ്യൂണോളജിയുടെ കുറച്ച് ഭാഗങ്ങൾ ചിഞ്ചു ടീച്ചറാണ് എടുക്കുന്നത്. എന്നിരുന്നാൽ തന്നെ ആ തുടക്ക ഭാഗം ടീച്ചറുടെ ആണ് എടുക്കുന്നതെങ്കിൽ തന്നെ തുടക്ക ഭാഗത്തെ, അല്ലെങ്കിൽ എൻ്റെ ജനറൽ ഇൻട്രഡക്ഷൻ എന്താണെന്ന് ഞാൻ പറയാം. അത് പറഞ്ഞ് ഇമ്മ്യൂണോളജിയുടെ ആദ്യ ഭാഗങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ക്ലാസ്സുകൾ പോകുന്നതിൽ അർത്ഥമുള്ളൂ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇമ്മ്യൂണോളജി, അതിൻ്റെ ഹിസ്റ്ററി, ഡെവലപ്മെൻറ്റ് ആൻഡ് സ്കോപ്പ്, ചരിത്രവും അതിൻ്റെ നാള് ഇതുവരെയുള്ള പുരോഗതിയും എന്നൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി കൺസേൺ വിത്ത് ഇമ്മ്യൂണിറ്റി. രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഉള്ള പഠനശാഖയ്ക്കാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പ്രോസസ് ബൈ വിച്ച് ദ ബോഡി ഡിഫെൻസ് ഇറ്റ് സെൽഫ് ഫ്രം ദ ഇൻവേഷൻ ആൻഡ് അറ്റാക്ക് ഓഫ് ഫോറിൻ ഓർഗാനിസംസ്. അതായത് നമ്മുടെ ശരീരത്തേക്ക് കടക്കുന്ന രോഗാണുക്കളെ ശരീരം എങ്ങനെ പ്രതിരോധിക്കുന്നു, അവയെ നശിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നു. ഇനി അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 430 BC തുസിഡാസ് എന്ന ഏതൻസിലെ ചരിത്രകാരനിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു. He pointed out that the people who were once attacked by the plague could not get the fear of second attack of the disease. അതായത് ഒരു തവണ പ്ലേഗ് ബാധിച്ച ഒരാൾക്ക് രണ്ടാമത് പ്ലേഗ് ബാധിക്കാനുള്ള, അല്ലെങ്കിൽ പ്ലേഗ് എന്ന അസുഖം വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ള ഒരു കണ്ടെത്തൽ ആണ് തൗസിഡാസ് നടത്തിയത്. അതായിരുന്നു ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ട് ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ സംവിധാനത്തെ സംബന്ധിച്ചുള്ള ആദ്യ കണ്ടെത്തലുകൾ എന്ന് നമുക്ക്
മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം 15-ാം നൂറ്റാണ്ടിൽ വാരിയോലേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തം നടന്നു. എന്താണ് വാരിയോലേഷൻ എന്ന് നോക്കാം. ഈ മെത്തേഡിൽ the smallpox lessons were scrapped from the patients suffering from disease and introduced in healthy persons using needles. സ്മാൾ പോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിലൊക്കെ ഈ 15-ാം നൂറ്റാണ്ടിൽ വളരെയധികം ആൾക്കാരുടെ മരണത്തിനിടയാക്കിയ ഒരസുഖമാണ്. ഇതിനെ നമ്മൾ വസൂരി എന്നാണ് പറയുക. വസൂരി ബാധിച്ച ആൾക്കാരിൽ നിന്നും അവരുടെ തൊലിപ്പുറത്തു നിന്നും ഉള്ള വൈറസിനെ ചുരണ്ടി എടുത്തതിന് ശേഷം, നീഡിൽ കൊണ്ട് ചുരണ്ടി എടുത്തതിന് ശേഷം രോഗമില്ലാത്ത ആൾക്കാരുടെ ത്വക്കിലേക്ക്, തൊലിപ്പുറത്തേക്ക് തേച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ കടത്തിവിടുന്ന പ്രക്രിയയ്ക്കാണ് വാരിയോലേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെ വാരിയോലേഷൻ എന്നാണ് പറയുന്നത്. ഈ വാരിയോലേഷൻ എന്ന് പറയുന്ന പേര് വരാൻ കാരണം ദ സ്മോൾ പോക്സ് ഈസ് കോൾഡ് വാരിയോള അറ്റ് ദാറ്റ് ടൈം. വസൂരിക്ക് അല്ലെങ്കിൽ സ്മോൾ പോക്സിന് 15-ാം നൂറ്റാണ്ടിൽ വാരിയോള എന്ന് പറയുന്ന പേരാണ് ഉണ്ടായിരുന്നത്. വാരിയോളയെ കടത്തിവിടുന്നത് കൊണ്ട് അതിനെ വാരിയോലേഷൻ എന്ന് പറയപ്പെട്ടു. അടുത്തതായിട്ട് ഇതിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത് ഇംഗ്ലീഷ് ഫിസിഷ്യനായ എഡ്വേർഡ് ജെന്നറാണ്. അദ്ദേഹം ഡെവലപ്ഡ് എ സയൻറ്റിഫിക് ആൻഡ് എ ഫാസ്റ്റർ മെത്തേഡ് ടു സ്മോൾ പോക്സ് ഇമ്മ്യൂണൈസേഷൻ. വളരെ വേഗത്തിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗം കണ്ടെത്തി എന്നുള്ളതാണ് എഡ്വേർഡ് ജെന്നറിന് അദ്ദേഹം നൽകിയ സംഭാവന. In 1786, he inoculated his son with lessons from milkmaid who attacked by cowpox. അദ്ദേഹത്തിൻ്റെ മകന് തന്നെ കൗപോക്സ്, അതായത് കന്നുകാലികളിൽ ഉണ്ടാകുന്ന ഒരു തരം വൈറസ് അസുഖം, അതിനെ കൗപോക്സ് എന്നാണ് പറയുക. ആ അസുഖം ബാധിച്ച കറവക്കാരിൽ നിന്നും അസുഖത്തിൻ്റെ അണുക്കളെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ തന്നെ ശരീരത്തിലേക്ക് കടത്തി വിടുകയും ഈ മകന് പിന്നീട് സ്മോൾ പോക്സിനെതിരെ, അതായത് വസൂരിക്കെതിരെ രോഗപ്രതിരോധ ശേഷി നേടിയതായിട്ടും എഡ്വേർഡ് ജെന്നർ കണ്ടെത്തുകയുണ്ടായി. അതായത് അദ്ദേഹം അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് കൗപോക്സ് ബാധിച്ച ആൾക്കാർക്ക് സ്മോൾ പോക്സ്, അതായത് വസൂരിയെയും ചെറുക്കാനുള്ള കഴിവ് ഉണ്ടെന്നുള്ള കണ്ടെത്തലാണ് അദ്ദേഹത്തെ ഈ ഒരു പരീക്ഷണത്തിലേക്ക് നയിച്ചത്. കൗപോക്സ് എന്ന് പറഞ്ഞാൽ അതും ഒരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. അതുപോലെ എഡ്വേർഡ് ജെന്നർ വാക്സിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടി, അതായത് മരുന്ന് നൽകൽ പ്രക്രിയ, അതിനെയാണ് വാക്സിനേഷൻ എന്ന് പറയുക. വാക്സിൻ കൊടുക്കുന്ന പ്രക്രിയ എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൂടി ഇമ്മ്യൂണോളജിയുടെ ചരിത്രത്തിലേക്ക്, അല്ലെങ്കിൽ ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ശാസ്ത്ര ശാഖയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതും എഡ്വേർഡ് ജെന്നറിൻ്റെ സംഭാവനയാണ്. അടുത്തത് ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ലൂയി പാസ്റ്ററിൻ്റെ കണ്ടെത്തലുകളാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ബയോളജിസ്റ്റാണ്. He coined the term vaccine in honor of Edward Jenner. എഡ്വേർഡ് ജെന്നറോടുള്ള ബഹുമാനാർത്ഥം വാക്സിൻ എന്ന് പറയുന്ന പേര് ശാസ്ത്രത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നത്
ലൂയി പാസ്റ്ററാണ്. അദ്ദേഹം he proved that inoculation of attenuated microbes can protect people against infectious diseases. അതായത് അറ്റുനേറ്റഡ് വാക്സിനുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കും എന്നുള്ളൊരു കണ്ടെത്തൽ ലൂയി പാസ്റ്റർ നടത്തുകയുണ്ടായി. എന്താണ് അറ്റുനേറ്റഡ് മൈക്രോബ്സ് എന്ന് വെച്ചാൽ, അറ്റുനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അറ്റുനേഷൻ എന്നാൽ it is the process of weakening or reducing the virulence of pathogenic organisms without losing capacity to reduce immunity. രോഗാണുക്കളെ അതിൻ്റെ രോഗമുണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടാതെ അതിനെ വീക്കൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ രോഗമുണ്ടാക്കാനുള്ള കഴിവ് മാത്രം അവശേഷിക്കുകയും അതിൻ്റെ പിന്നീട് പെറ്റുപെരുകാനുള്ള അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവ് നശിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന പ്രക്രിയ. വീക്കനിങ് ഓർ റെഡ്യൂസിങ് ദ വിറുലൻസ് എന്നാണ് അറ്റുനേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. രോഗാണുവിന് രോഗം ഉണ്ടാക്കാനുള്ള കഴിവ് മാത്രം ഉണ്ടാവും, പക്ഷേ രോഗാണുവിന് പിന്നീട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകത്തില്ല. അപ്പോൾ രോഗമുണ്ടാക്കാനുള്ള കഴിവുള്ള ഈ വൈറസിനെ ശരീരത്തിലേക്ക്, ഇത്തരത്തിലുള്ള മൈക്രോബ്സിനെ, വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും ശരീരത്തിലേക്ക് കടത്തിവിട്ട് ആ രോഗത്തിന് എതിരെ പ്രതിരോധ ശക്തി ശരീരം തന്നെ നേടിയെടുക്കുന്ന പ്രക്രിയയാണ് ശരിക്കും വാക്സിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അറ്റുനേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമ്മ്യൂണോളജിയിലെ. അറ്റുനേഷൻ എന്നാൽ രോഗാണുവിനെ മൃതപ്രായമാക്കുക എന്നുള്ളത്, അതായത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തിയെടുക്കുക, അതായത് വീണ്ടും പുനരുൽപ്പാദിപ്പിക്കാനുള്ള അല്ലെങ്കിൽ വീണ്ടും ഒന്നിൽ നിന്നും പുതിയ ജീവി ഉണ്ടാകാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ രോഗമുണ്ടാക്കാനുള്ള ശേഷി അവശേഷിക്കും. അദ്ദേഹമാണ് ആൻറ്റി റാബീസ് വാക്സിൻ കണ്ടെത്തുന്നത്. He injected the spinal cord extract from rabid dogs into normal healthy rabbits. പേവിഷബാധയുള്ള നായ്ക്കളിൽ നിന്നും അതിൻ്റെ സ്പൈനൽ കോഡിൽ നിന്നും റാബീസ് വൈറസുകളെ വേർതിരിച്ചെടുത്തതിന് ശേഷം ഹെൽത്തി റാബിറ്റുകളിൽ, ആരോഗ്യമുള്ള റാബിറ്റുകളിൽ ഇൻജെക്റ്റ് ചെയ്ത് റാബിറ്റിൽ ഈ വൈറസിൻ്റെ അല്ലെങ്കിൽ പേവിഷബാധ ഉണ്ടാക്കുന്നു. ഫ്രം ഇൻഫെക്റ്റഡ് റാബിറ്റ്സ്, സ്പൈനൽ കോഡ് എക്സ്ട്രാക്ട് വാസ് ഐസൊലേറ്റഡ് and dried for several days at room temperature. ഇങ്ങനെ പേവിഷബാധ ഏറ്റ റാബിറ്റുകളിൽ നിന്നും അതിൻ്റെ സ്പൈനൽ കോഡിൽ നിന്നും റാബീസ് വൈറസുകളെ വേർതിരിച്ചെടുത്ത് അതിനെ റൂം ടെമ്പറേച്ചറിൽ, സാധാരണ താപനിലയിൽ ദിവസങ്ങളോളം ഉണക്കിയെടുത്ത് ഈ വൈറസിനെ അറ്റുനേറ്റ് ചെയ്യുന്നു. അതായത് രോഗമുണ്ടാക്കാനുള്ള ശേഷി മാത്രം അവശേഷിച്ച് വൈറസിന് സ്വയം പെരുകാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തി വൈറസുകളെ ഉണ്ടാക്കിയെടുക്കും. ഫ്രം ദിസ് എക്സ്ട്രാക്ട് വിച്ച് കണ്ടെയ്ൻഡ് അറ്റുനേറ്റഡ് വൈറസ്, റാബീസ് വാക്സിൻ വാസ് പ്രിപ്പയർഡ്. ഇങ്ങനെ രോഗാണുക്കളിൽ രോഗമുണ്ടാക്കാനുള്ള ശേഷി മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് രോഗാണുക്കൾക്ക് പെരുകാനുള്ള ശേഷി നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ഇല്ലാതാക്കിക്കൊണ്ടും വാക്സിനുകളെ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് അറ്റുനേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള വാക്സിനുകളെയാണ് അറ്റുനേറ്റഡ് വാക്സിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ആണ് മോഡേൺ മെഡിസിനുകളായ പോളിയോ, ചിക്കൻ പോക്സ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വാക്സിനുകൾ നിർമ്മിച്ചെടുക്കുന്നത്. ഇങ്ങനെ അറ്റുനേറ്റഡ് വാക്സിൻ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയിൽ ലൂയി പാസ്റ്റർ പ്രധാന പങ്ക് വഹിച്ചു എന്നുള്ളതാണ് ഇമ്മ്യൂണോളജിയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന. അടുത്തത് എലി മെക്കിൻഡോഫ് എന്ന റഷ്യൻ സുവോളജിസ്റ്റിൻ്റെ സംഭാവനയാണ്. അദ്ദേഹമാണ് ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സ്റ്റഡി ദ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി അഗൈൻസ്റ്റ് ഇൻവേഡിങ് മൈക്രോബ്സ്. നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന
സൂക്ഷ്മാണുക്കളെ ശരീരം എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം എന്താണെന്ന് കണ്ടെത്തിയത് എലി മക്കിൻടോഫ് എന്ന ശാസ്ത്രജ്ഞനാണ്. He held the view that inflammation is the result of cellular interaction by infection. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു കണ്ടെത്തൽ ഇൻഫ്ലമേഷൻ, നമുക്ക് നീര് വരുന്നത്, അതായത് രോഗാതുരമായ അല്ലെങ്കിൽ രോഗബാധിതമായിട്ടുള്ള സ്ഥലത്ത് നീര് വരുന്നത് ഇൻഫെക്ഷൻ്റെ അല്ലെങ്കിൽ നീര് വരുന്നത് രോഗാണുക്കൾ ശരീരത്തിലേക്ക് കടന്നതിൻ്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ നടന്നതിൻ്റെ ലക്ഷണമാണ് എന്നുള്ളതാണ് എലി മക്കിൻടോഫിൻ്റെ മറ്റൊരു കണ്ടെത്തൽ. എമിൻ വോൺ ബെറിങ്, ജർമ്മൻകാരനായ ശാസ്ത്രജ്ഞനാണ് എമിൽ വോൺ ബെറിങ്. He proved that the antitoxic activity resided in the cell-free portion of the blood. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ എന്താണെന്ന് നോക്കുക. അദ്ദേഹം ശാസ്ത്രീയമായി തെളിയിച്ചത്, he proved that the antitoxic activity resided in the cell-free portion of the blood. രക്തത്തിലെ രക്താണുക്കളിൽ നിന്നും, അതായത് രക്താണുക്കളിൽ നിന്നും വേർപെട്ട് കാണപ്പെടുന്ന ചില പദാർത്ഥങ്ങളാണ് ആൻറ്റിടോക്സിക്, അതായത് രോഗാണുക്കളെ നശിപ്പിക്കുന്ന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് എന്നതാണ് അദ്ദേഹം പ്രൂവ് ചെയ്തത്. അതായത് ചുവന്ന രക്താണുക്കൾ എന്നതാണ് പ്രധാനമായിട്ടും അദ്ദേഹം ആ കാലത്ത് ഉദ്ദേശിച്ചത്. അതായത് രക്താണുക്കളിൽ നിന്നും വ്യത്യസ്തമായി മറ്റു ചില പദാർത്ഥങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തിൽ പങ്കെടുക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. പ്രധാനമായിട്ടും ആൻറ്റിബോഡികളുടെ ഒക്കെ കണ്ടെത്തൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ആൻറ്റിബോഡികളുടെ കണ്ടെത്തലിനൊക്കെ സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. In 1901, he awarded the first Nobel Prize in Medicine for the production of antibodies against toxins. അങ്ങനെ 1901 മെഡിസിൻ്റെ ആദ്യത്തെ നോബൽ പ്രൈസ് ആൻറ്റിബോഡികളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ആൻറ്റിബോഡികളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് എമിൽ വോൺ ബെറിങ്ങിന് ലഭിക്കുകയുണ്ടായി. എമിൽ വോൺ ബെറിങ് എന്നത് ഇമ്മ്യൂണോളജിയുടെ ചരിത്രത്തിലെ നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയ ആദ്യത്തെ മെഡിസിന് നോബൽ പ്രൈസ് ലഭിച്ച ശാസ്ത്രജ്ഞനാണ്. ജർമ്മൻ ഫിസിഷ്യനായ റോബർട്ട് കോച്ച്, അദ്ദേഹത്തിന് 1905 നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. നോബൽ പ്രൈസ് കിട്ടിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഫോർ ദ ഡിസ്കവറി ഓഫ് ട്യൂബർക്കുലിൻ റിയാക്ഷൻ. ട്യൂബർക്കുലിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമ്മ്യൂണോളജിക്കലി മീഡിയേറ്റഡ് ഇൻഫ്ലമേറ്ററി സ്കിൻ റിയാക്ഷൻ ദാറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ ട്യൂബർക്കുലോസിസ്. ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ TB എന്ന് പറയുന്ന അസുഖം കണ്ടെത്താനായിട്ട് നടത്തുന്ന ഒരു മരുന്ന് കുത്തിവെച്ചുള്ള ഒരു പരീക്ഷണമാണ് ഈ കണ്ടുപിടുത്തം. അതായത് നമുക്ക് ചില ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ മരുന്ന് കുത്തിവെക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മരുന്നിൻ്റെ റിയാക്ഷൻ ഉണ്ടോ എന്ന് നമ്മളുടെ അടുത്ത് ഡോക്ടർ ചോദിക്കുകയും, അപ്പം റിയാക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ കൈയുടെ ഒക്കെ അടിയിൽ, സ്കിന്നിൻ്റെ അടിയിൽ ചെറിയൊരു ഇഞ്ചക്ഷൻ എടുക്കുകയും അത് പെൻ വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം അല്പസമയം നമ്മളുടെ അടുത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് പറയുകയും ചെയ്ത അനുഭവം ചിലർക്കെങ്കിലും ഉണ്ടാകാം. അപ്പം അങ്ങനെ അല്പസമയം ഈ റൗണ്ട് അതിന് മാർക്ക് ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് മരുന്ന് അല്ലെങ്കിൽ ചില മരുന്നിനോട് നമ്മളുടെ ശരീരം റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കും എന്നുള്ളൊരു കണ്ടെത്തലാണ് അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇമ്മ്യൂണോളജിയുടെ ചരിത്രത്തിൽ ട്യൂബർക്കുലോസിന് ഉള്ള ചികിത്സയിൽ ശരീരം കാണിക്കുന്ന ഇൻഫ്ലമേറ്ററി സ്കിൻ റിയാക്ഷൻ കണ്ടെത്താനായിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ മരുന്ന് കണ്ടുപിടുത്തിയത് റോബർട്ട് കോച്ചാണ്. അദ്ദേഹമാണ് ഈ ഒരു ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞൻ. അതിനുശേഷം
ജർമ്മൻ ഫിസിഷ്യനായ പോൾ എർലിക്കിൻ്റെ സംഭാവന എന്താണെന്ന് നോക്കാം. ഹി സജസ്റ്റഡ് ദാറ്റ് സം പ്രോട്ടീൻസ് ഇൻ ദ ബ്ലഡ് കോൾഡ് ആൻറ്റിബോഡീസ് eliminate pathogens by sticking on to them. അദ്ദേഹം പറഞ്ഞത് സം പ്രോട്ടീൻസ് ഇൻ ദ ബ്ലഡ് കാൾഡ് ആൻറ്റിബോഡീസ്, രക്തത്തിലെ ചില പ്രോട്ടീനുകൾ, അദ്ദേഹം അതിനെ ആൻറ്റിബോഡികൾ എന്നാണ് വിളിച്ചത്. ഈ പ്രോട്ടീനുകൾ പത്തോജൻ, ശരീരത്തിലകത്തേക്ക് കടക്കുന്ന അണുക്കളുടെ പുറത്ത് പറ്റിപ്പിടിക്കുകയും അതിനെ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് പോൾ എർലിക് എന്ന് പറഞ്ഞ ജർമ്മൻ ഫിസിഷ്യൻ കണ്ടെത്തിയത്. മക്കിൻഡോഫിൻ്റെ നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം, മക്കിൻഡോഫ് പോയിന്റ് ഔട്ട് ദോസ് സർട്ടൻ വൈറ്റ് ബ്ലഡ് സെൽസ് മേ എൻഗൾഫ് ആൻഡ് ഡൈജസ്റ്റ് ഫോറിൻ മെറ്റീരിയൽസ് ബൈ ഫാഗോസൈറ്റോസിസ്. മക്കിൻഡോഫിൻ്റെ അഭിപ്രായം അനുസരിച്ച് രക്തത്തിലെ വെളുത്ത രക്താണുക്കൾക്ക് ദേ ക്യാൻ എൻഗൾഫ് ആൻഡ് ഡൈജസ്റ്റ് ഫോറിൻ മെറ്റീരിയൽസ് ബൈ ഫാഗോസൈറ്റോസിസ്. വെളുത്ത രക്താണുക്കൾ ശരീരത്തിലേക്ക് കടക്കുന്ന അണുക്കളെ വിഴുങ്ങാനും വിഴുങ്ങി അതിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്ത് അതിനെ ഇല്ലാതാക്കാനുമുള്ള കഴിവ് വെളുത്ത രക്താണുക്കൾക്ക് ഉണ്ട് എന്ന് മക്കിൻഡോഫ് അഭിപ്രായപ്പെടുകയുണ്ടായി. Both arguments are accepted and they form the basis of humoral and cell-mediated immunity, respectively. Both of them shared the Nobel Prize in 1908. ഇങ്ങനെ ശരീരത്തിലെ തന്നെ വെളുത്ത രക്താണുക്കളും രക്തത്തിലെ തന്നെ ആൻറ്റിബോഡികളും ചേർന്ന് ശരീരത്തിലേക്ക് കടക്കുന്ന അണുക്കളെ നശിപ്പിക്കുന്ന രണ്ട് തരത്തിലുള്ള സംവിധാനങ്ങൾ. ഒന്ന്, വെളുത്ത രക്താണുക്കളുടെ രോഗപ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. രണ്ടാമത്തത് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, അതായത് രക്തത്തിൽ തന്നെ കാണപ്പെടുന്ന ചില പ്രോട്ടീനുകൾ. പോൾ എർലിക്കിൻ്റെ അഭിപ്രായത്തിൽ അതിനെ ആൻറ്റിബോഡീസ് എന്ന് അദ്ദേഹം വിളിക്കുകയുണ്ടായി. പ്രോട്ടീനുകൾ കൂടി ചേർന്നിട്ടാണ് ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം നിയന്ത്രിക്കുന്നത് എന്ന് ഉള്ള കണ്ടുപിടുത്തം രണ്ടുപേരുടെയും വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായതുകൊണ്ട് 1908 രണ്ടുപേർക്കും കൂടി ഈ രണ്ട് കണ്ടുപിടുത്തങ്ങൾക്ക് നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. ഇനി ചാൾസ് റിക്കറ്റിൻ്റെ സംഭാവന എന്താണെന്ന് നോക്കാം. അദ്ദേഹം ഒരു ഫ്രഞ്ച് ഫിസിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിന് 1913 നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. അനാഫിലാക്സിസ് എന്ന് പറഞ്ഞ കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് 1913 നോബൽ പ്രൈസ് കിട്ടിയത്. അനാഫിലാക്സിസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ ഓഫ് ദ ബോഡി ടു ഫോറിൻ പ്രൊട്ടക്ഷൻ. ശരീരത്തിൻ്റെ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ, അതായത് രോഗാണുക്കളെ വളരെ വേഗം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പുറന്തള്ളാൻ ശരീരം കാണിക്കുന്ന റിയാക്ഷനെയാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. ഉദാഹരണമായി, നമുക്ക് നമ്മുടെ ലങ്സിനകത്തേക്ക് എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ പൊടിയോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ വേഗത്തിൽ അതിനെതിരെ പ്രതിരോധിക്കുന്നത് ശക്തിയായി തുമ്മൽ അല്ലെങ്കിൽ തുമ്മുക എന്ന് പറയുന്ന ആ ഒരു രീതിയിലൂടെ ലങ്സിനകത്തേക്ക് കിടക്കുന്ന പദാർത്ഥങ്ങളെ പുറന്തള്ളാൻ ശരീരം ശ്രമിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് ജലദോഷമായിട്ടോ അല്ലെങ്കിൽ പലപ്പോഴും അല്പം കൂടി സീരിയസ് ആയ കണ്ടീഷനിലേക്ക് ഒക്കെ ഇത്തരം ഇൻഫെക്ഷനുകൾ പോകാം. അത് മരണകാരണമാക്കുന്ന ഇൻഫെക്ഷനിലേക്കൊക്കെ പോകാം. എന്നിരുന്നാൽ തന്നെയും ശരീരം പുറന്തള്ളാനായിട്ടുള്ള ശ്രമങ്ങൾ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് മ്യൂക്കസ് ഒക്കെ ധാരാളമായിട്ട് മൂക്കിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നൊരു കണ്ടീഷൻ ഇത്തരത്തിൽ ശരീരം കാണിക്കുന്ന ഒരു അനാഫിലാക്സിസ് റിയാക്ഷന് ഉദാഹരണമാണ്. ഇനി നമ്മൾ ഭക്ഷണത്തിലൂടെയാണ് വൈറസോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷപദാർത്ഥമോ ശരീരത്തിനകത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വോമിറ്റിംഗ് പോലെയുള്ള രീതികൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഡയറിയ പോലെയുള്ള കണ്ടീഷൻസൊക്കെ അത്തരം ഒരു ഹൈപ്പർ സെൻസിറ്റീവ് അല്ലെങ്കിൽ ഹൈപ്പറായിട്ട് കാണിക്കുന്ന ഒരു റിയാക്ഷനുകൾക്ക് ഉദാഹരണമാണ്.
ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ചതവോ അല്ലെങ്കിൽ മുറിവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നീര് വന്ന് വീർത്തിരിക്കുന്ന കണ്ടീഷൻ, ആ നീര് വന്ന് വീർത്തിരിക്കുന്ന സ്ഥലത്തേക്ക് കൂടുതൽ ആൻറ്റിബോഡികൾക്കും വെളുത്ത രക്താണുക്കൾക്ക് എത്തിച്ചേരാനും ബ്ലഡ് ഫ്ലോ കൂട്ടാനുമൊക്കെ ആയിട്ടുള്ള ഒരു റിയാക്ഷനായിട്ട്, ബോഡി കാണിക്കുന്ന റിയാക്ഷനായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി കൂടാതെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ മാറി അല്ലെങ്കിൽ പനി വരുന്ന അവസ്ഥയൊക്കെ നമുക്ക് ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഉദാഹരണങ്ങളാണ്. അങ്ങനെ ആ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷനെയാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. അനാഫിലാക്സിസ് ഓർത്തിരിക്കണം, 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ശരീരം രോഗാണുക്കൾക്കെതിരെ കാണിക്കുന്ന ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ വേഗത്തിലുള്ള അല്ലെങ്കിൽ വളരെ ഹൈപ്പറായിട്ടുള്ള റിയാക്ഷൻ ആണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തിയത് ചാൾസ് റിക്കറ്റ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഫിസിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിന് ഈ കണ്ടുപിടുത്തത്തിന് 1913 നൊബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. അടുത്തത് 1870 1961 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജൂൾസ് ബോർഡറ്റ് എന്ന ബെൽജിയം ഫിസിഷ്യൻ്റെ സംഭാവനയാണ്. അദ്ദേഹം ഒരു നൊബൽ പ്രൈസ് കിട്ടിയ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റ് സിസ്റ്റം. ശരീരത്തിലെ കോംപ്ലിമെൻ്റ് സിസ്റ്റം എന്ന് പറയുന്ന രോഗപ്രതിരോധ സംവിധാനത്തെ കണ്ടെത്തിയതാണ് ജൂൾസ് ബോർഡറ്റ് എന്ന ബെൽജിയൻ ഫിസിഷ്യൻ്റെ സംഭാവന. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് സീറം പ്രോട്ടീൻസ് which participate in an enzymatic force to ultimately generate a membrane attack complex. കോംപ്ലിമെൻ്റ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. കോംപ്ലിമെൻ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സീറം പ്രോട്ടീൻസ്, രക്തത്തിൽ തന്നെ കാണപ്പെടുന്ന ഒരു കൂട്ടം പ്രോട്ടീനുകളാണ്. വിച്ച് പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ എൻസൈമാറ്റിക് ഫോഴ്സ് ടു അൾട്ടിമേറ്റ്ലി ജനറേറ്റ് എ മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ്. ഇത് ഒരു കൂട്ടം എൻസൈമുകളുടെ പ്രവർത്തനത്തിന്, എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സീറം പ്രോട്ടീനുകൾ മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ്. മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തേക്ക് കടക്കുന്ന രോഗാണുക്കളുടെ മെംബ്രെയിൻ, അതായത് സെൽ മെംബ്രെയിൻ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ തുരന്ന് അല്ലെങ്കിൽ അതിനകത്തൂടെ കടന്നു കയറാൻ ആൻറ്റിബോഡികൾക്ക് സഹായം നൽകുന്ന ഒരു കൂട്ടം പ്രോട്ടീനുകളെയാണ് കോംപ്ലിമെൻ്റ് സിസ്റ്റം എന്ന് പറയുക. കോംപ്ലിമെൻ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് സീറം പ്രോട്ടീൻസ്, അതായത് ബ്ലഡിലെ സീറത്തിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം പ്രോട്ടീനുകളാണ്. ഒരു കൂട്ടം എൻസൈമുകളുടെ സഹായത്താൽ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. അത് രോഗാണുക്കളുടെ മെംബ്രെയിൻ, അതായത് അതിൻ്റെ ആവരണം നശിപ്പിക്കുന്നതിൽ പങ്കെടുക്കുന്ന ഒരു കൂട്ടം പ്രോട്ടീനുകളെയാണ് കോംപ്ലിമെൻ്റ് പ്രോട്ടീൻ അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന പാഠഭാഗങ്ങളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോംപ്ലിമെൻ്റ് സിസ്റ്റം കണ്ടുപിടിച്ചതാണ് ജൂൾസ് ബോർഡറ്റ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ്റെ സംഭാവന. അടുത്തത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാൾ ലാൻഡ്സ്റ്റെയ്നർ എന്ന ഓസ്ട്രേലിയൻ സയൻറ്റിസ്റ്റാണ്. ഇത് നമുക്കറിയാവുന്നതാണ്. അതായത് ഹി ഡിസ്കവർ എ ബി ആൻഡ് ഓ ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് വൺ നോബൽ പ്രൈസ് ഇൻ 1930. 1930 നമ്മളുടെയൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലാൻഡ്സ്റ്റെയ്നർ. അദ്ദേഹം ഈ ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് നടത്തിയിട്ടുള്ളത്. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് ലോക ചരിത്രത്തിൽ തന്നെ രക്തദാനത്തിനും അല്ലെങ്കിൽ രക്തം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ കൈമാറ്റം ചെയ്യപ്പെടണമെന്നും പിന്നീട് രക്തത്തിൽ തന്നെ ഒരുപാട് ഘടകങ്ങൾ വേർതിരിക്കുന്നതിലും ഒക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട സംഭാവന നൽകിയത് കാൾ ലാൻഡ്സ്റ്റെയ്നർ എന്ന ശാസ്ത്രജ്ഞനാണ്. അടുത്തതായിട്ട് ഇമ്മ്യൂണോളജിയുടെ ചരിത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട 2 പേരാണ് പീറ്റർ മെഡാവർ, അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനാണ്. ദെൻ ബെർണറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു ശാസ്ത്രജ്ഞൻ. 1960 ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. അവരുടെ പഠനം എന്ന് പറയുന്നത് ഹൗ ഇമ്മ്യൂൺ സിസ്റ്റം റെക്കഗ്നൈസ് ഫോറിൻ മെറ്റീരിയൽസ് വൈൽ അവോയ്ഡിങ് റിയാക്ഷൻ എഗനിസ്റ്റ് നെറ്റീവ് മെറ്റീരിയൽസ്. എങ്ങനെയാണ് നമ്മുടെ ശരീരം, നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം, ഇമ്മ്യൂൺ സിസ്റ്റം ഫോറിൻ മെറ്റീരിയൽസിന്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അല്ലാത്ത അല്ലെങ്കിൽ പുറത്തു നിന്ന് വരുന്ന പദാർത്ഥങ്ങളെ, അതൊരു പ്രോട്ടീനാകാം, ഒരു ബാക്ടീരിയ ആകാം, ഒരു വൈറസ് ആകാം, ഒരു ഫംഗസ് ആകാം, എന്തുമാകാം, ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്ന പദാർത്ഥങ്ങളെ
ശരീരപദാർത്ഥങ്ങളിൽ നിന്ന് വേർതിരിച്ച് എങ്ങനെയാണ് രോഗപ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം കണ്ടെത്തുന്നത് എന്ന കണ്ടുപിടുത്തമാണ്, അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇവർക്ക് രണ്ടുപേർക്കും 1960 നൊബൽ പ്രൈസ് ലഭിക്കുന്നതിന് ഇടയാക്കിയത്. അടുത്തതായിട്ട് 1972 നൊബൽ പ്രൈസ് കിട്ടിയ മറ്റു 2 ശാസ്ത്രജ്ഞന്മാരാണ്. ഒന്ന് റോഡ്നി പോർട്ടർ, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ബയോകെമിസ്റ്റാണ്. രണ്ടാമത്തെ ആൾ ജെറാൾഡ് എഡിൽമാൻ, അമേരിക്കൻ ബയോളജിസ്റ്റാണ്. ഇവർ രണ്ടുപേരുടെയും സംഭാവന എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റഡ് ദ സ്ട്രക്ചർ ഓഫ് ആൻറ്റിബോഡി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2 തരത്തിലുള്ള രോഗപ്രതിരോധ സംവിധാനത്തെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തി നൊബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരുണ്ട്. അവരുടെ കണ്ടുപിടുത്തത്തിൽ ഒന്ന് പ്രധാനപ്പെട്ടത് ആൻറ്റിബോഡി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു. ഈ ആൻറ്റിബോഡിയെ കണ്ടെത്തി വേർതിരിച്ച് അവയുടെ ഘടന കണ്ടെത്തിയതിനാണ് റോഡ്നി പോർട്ടർക്കും ജെറാൾഡ് എഡിൽമാനും 1972 നൊബൽ പ്രൈസ് കിട്ടിയത്. അടുത്തായി 1977 നൊബൽ പ്രൈസ് കിട്ടിയ ഒരു വനിത, നമ്മുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഇമ്മ്യൂണോളജിയുടെ ചരിത്രത്തിലെ ഒരു വനിതയാണ്. റൊസാലിൻ ഹിയാലോ എന്നാണ് അവരുടെ പേര്. അമേരിക്കൻ മെഡിക്കൽ ഫിസിസ്റ്റാണ്. അവരുടെ പഠനമെന്ന് പറയുന്നത് സ്റ്റഡീഡ് ദ ടെക്നിക് ഓഫ് റേഡിയോ ഇമ്മ്യൂണോ അസേ. റേഡിയോ ഇമ്മ്യൂണോ അസേ എന്ന് പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു മരുന്നും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയതിനാണ് അവർക്ക് അവാർഡ് കിട്ടിയത്. അതായത് അവരുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ബൈ കമ്പൈനിങ് റേഡിയോ ഐസോട്ടോപ്പ് വിത്ത് ആൻറ്റിബോഡീസ് വിച്ച് ബൈൻഡ് സ്പെസിഫിക്കലി വിത്ത് ഹോർമോൺ മോളിക്യൂൾസ്. അതായത് ആൻറ്റിബോഡികളുമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിബോഡികളാകാം, അല്ലെങ്കിൽ ലൂയി പാസ്റ്റർ കണ്ടുപിടിച്ചതുപോലെ അറ്റുനേറ്റഡ് ആയിട്ടുള്ള വൈറസുകളിലോ അല്ലെങ്കിൽ മറ്റു ജീവികളിലോ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ആൻറ്റിബോഡിയുമായിട്ട് റേഡിയോ ഐസോട്ടോപ്പ് അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റിയുള്ള പദാർത്ഥങ്ങൾ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ അത് ഒരുമിച്ച് ചേർത്തിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടും, അല്ലെങ്കിൽ രോഗാതുരമായിട്ടുള്ള രോഗികളുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ടിട്ട് ഈ ആൻറ്റിബോഡികൾ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ രോഗപ്രതിരോധ സംവിധാനത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് റൊസാലിൻ ഹിയാലോ നടത്തിയത്. വളരെ അടുത്ത റീസെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് 1977. അതായത് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡെവലപ്പ് സെൻസിറ്റീവ് ടെസ്റ്റ് ടു ഡിറ്റക്ട് ലോ ലെവൽസ് ഓഫ് ദീസ് ഹോർമോൺസ് ഇൻ ദ ബോഡി. അപ്പോൾ അങ്ങനെ ശരീരത്തിൽ രോഗപ്രതിരോധ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ എത്രത്തോളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അവയുടെ കുറവ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളെല്ലാം റേഡിയോ ഇമ്മ്യൂണോ അസേ എന്ന ടെക്നിക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് റൊസാലിൻ ഹിയാലോ 1977 നടത്തിയത്. അടുത്തതായി ഇമ്മ്യൂണോളജിയിലേക്ക് സംഭാവന നൽകിയ മറ്റൊരു അമേരിക്കൻ ജെനറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് സ്നെൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ഹി ഡെവലപ്ഡ് ജെനറ്റിക്കലി ഡിഫൈൻഡ് മൗസ് സ്ട്രെയിൻസ് ആൻഡ് ഡിറ്റർമൈൻഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ജീൻസ് ദാറ്റ് കൺട്രോൾ ദ പ്രോസസ് ഓഫ് ഗ്രാഫ്റ്റ് റിജക്ഷൻ. ഇവിടെ ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് വേറൊരാളുടെ ശരീരത്തിൽ നിന്നും കടത്തി വെക്കുന്ന അല്ലെങ്കിൽ തുന്നി ചേർക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് വെക്കുന്ന അവയവങ്ങളെയോ ശരീരഭാഗങ്ങളെയാണ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രാഫ്റ്റ് റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ശരീരഭാഗങ്ങൾ നമ്മളുടെ അല്ലെങ്കിൽ അസുഖമുള്ള ഒരാളുടെ ശരീരത്തിൽ കടത്തി വെക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. അതായത് ഒരു കിഡ്നി മാറ്റി വെക്കുക, ഹാർട്ട് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഈവൻ കൈയോ കാലോ അല്ലെങ്കിൽ ലിവറോ തുടങ്ങിയ അവയവങ്ങളൊക്കെ മാറ്റി വെക്കുമ്പോൾ അവയവങ്ങൾ ചേരുന്ന, അതായത് അതിൻ്റെ കോശങ്ങളുടെ ചേർച്ച പരിശോധിച്ച് മാത്രമേ ഇപ്പോൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുകയുള്ളൂ. അത് നമുക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. genetically defined mouse strains and determine the existence of genes that controls the process of
ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് വെച്ചാൽ ഗ്രാഫ്റ്റിനെ, അതായത് ശരീരത്തിലേക്ക് കടത്തി വെക്കുന്ന അവയവങ്ങളെ റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തിരസ്കരിക്കുന്ന ഇത് ഒരു പ്രത്യേകതരം ജീനുകളാണ്. ആ ജീനുകൾ ഏതാണെന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീനുകൾ ആണ് ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാ ശരീരപ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ജീനുകളാണെന്ന് നമുക്കറിയാം. അതുപോലെ അവയവങ്ങൾ കടത്തി വെക്കുമ്പോൾ അല്ലെങ്കിൽ അവയവങ്ങൾ തുന്നിച്ചേർക്കുമ്പോൾ അവയവങ്ങളെ റിജക്റ്റ് ചെയ്യുന്നതും ജീനുകളാണ് എന്നുള്ള കണ്ടുപിടുത്തമാണ് ജോർജ് സ്നെൽ നടത്തിയത്. അദ്ദേഹം ഒരു അമേരിക്കൻ ജെനറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ്. അതിനുശേഷം ഫ്രഞ്ചുകാരനായിട്ടുള്ള ഒരു ഇമ്മ്യൂണോളജിസ്റ്റാണ് ജീൻ ഡെസേർട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം, ഹി ഡെവലപ്ഡ് ടെക്നിക്സ് ടു ഐഡൻറ്റിഫൈ ദ മോളിക്യൂൾസ് ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ഹ്യൂമൻ സെൽസ്. ദിസ് ഹെൽപ്സ് ട്രാൻസ്പ്ലാന്റേഷൻ സർജൻസ് ടു മാച്ച് ഓർഗൻസ് donors with the recipients and to avoid immune response leading to graft rejection. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ജോർജ് സ്നെല്ലിൻ്റെ കണ്ടുപിടുത്തം ജീനുകൾ അവയവത്തെ തിരസ്കരിക്കുകയാണെങ്കിൽ പുറന്തള്ളുന്നതിന് ചില ജീനുകൾ ആ പ്രവർത്തനത്തിൽ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ജോർജ് സ്നെല്ലിൻ്റെ കണ്ടുപിടുത്തം. അതുമായിട്ട് കൂട്ടിച്ചേർക്കാവുന്ന മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് ജീൻ ഡെസേർട്ടിൻ്റെ കണ്ടുപിടുത്തം ഗ്രാഫ്റ്റ് റിജക്ഷനുമായി ബന്ധപ്പെട്ട്. അതായത് ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഓരോ ശരീരത്തിൻ്റെയും കോശങ്ങളുടെ പുറത്ത് ആ കോശങ്ങളുടെ ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ ഓരോ കോശങ്ങൾക്കും ഓരോ പ്രത്യേകത, അല്ലെങ്കിൽ ഓരോ ശരീരത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഐഡൻറ്റിറ്റിയെ കാണിക്കുന്ന, അല്ലെങ്കിൽ അതെന്താണ് ആ കോശം, അല്ലെങ്കിൽ ആരുടേതാണ് ആ കോശം എന്ന് കാണിക്കുന്ന പദാർത്ഥങ്ങൾ, മോളിക്യൂൾസ് ഓരോ കോശത്തിൻ്റെയും സർഫസിൽ കാണപ്പെടുന്നു. ഈ മോളിക്യൂളിൻ്റെ കണ്ടുപിടുത്തം വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്രാഫ്റ്റ് റിജക്ഷനുമായി ബന്ധപ്പെട്ട്. അതായത് ഓരോ വ്യക്തിയുടെയും ശരീരത്തിലെ കോശങ്ങളുടെ പുറത്ത് ആ കോശം ഏതാണ്, ആ കോശത്തിന് മാത്രം ഉള്ള ചില പദാർത്ഥങ്ങളുണ്ട്. ഈ പദാർത്ഥങ്ങളുമായിട്ട് താരതമ്യമുള്ള മറ്റൊരാളുടെ ശരീരത്തിൽ പദാർത്ഥങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളുള്ള കോശങ്ങളുള്ള ഓർഗനുകളെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എളുപ്പമാണ്. അതായത് ആരുടെ അവയവം സ്വീകരിക്കാൻ പറ്റും എന്നുള്ളൊരു കണ്ടുപിടുത്തം ഈ അവയവങ്ങൾ അല്ലെങ്കിൽ കോശങ്ങളുടെ മുകളിലുള്ള ഈ പ്രത്യേക മോളിക്യൂൾ ഉപയോഗിച്ച് വേർതിരിച്ച് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ജീൻ ഡെസേർട്ടിൻ്റെ കണ്ടുപിടുത്തം. വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ്. ഹ്യൂമൻ ബോഡിയുടെ അല്ലെങ്കിൽ മനുഷ്യ കോശങ്ങളുടെ പുറത്ത്, ഓരോ കോശത്തിൻ്റെയും പുറത്ത് ആ കോശത്തിൻ്റെയും അല്ലെങ്കിൽ ആ കോശത്തിൻ്റെ പുറത്ത് ഓരോ പ്രത്യേക മോളിക്യൂൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങളുണ്ടാകും. ആ പദാർത്ഥങ്ങൾ മാച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു ശരീരത്തിലെ പദാർത്ഥങ്ങളാണ് നമ്മുടെ ശരീരത്തിലേക്ക് തുന്നിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമാണ്. അങ്ങനെ ഡോണറുകളെയും റെസിപ്പിയൻസിനെയും കണ്ടെത്താനായിട്ട് ജീൻ ഡെസേർട്ടിൻ്റെ ഈ മോളിക്യൂൾസിൻ്റെ കണ്ടുപിടുത്തം ഇമ്മ്യൂണോളജിയിൽ സഹായിച്ചിട്ടുണ്ട്. അടുത്തത് 1980 നോബൽ പ്രൈസ് കിട്ടിയ വെനിസ്വേലിയൻ അമേരിക്കൻ ഇമ്മ്യൂണോളജിസ്റ്റായ ദുരാജ് ബനാറസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്താണെന്ന് നോക്കാം. ഹി ഡിസ്കവേർഡ് ദാറ്റ് ജീൻസ് റെഗുലേറ്റ് ദ ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു റെസ്പോണ്ട് ടു സ്പെസിഫിക് ഫോറിൻ മോളിക്യൂൾസ് ആൻഡ് ടു ഡിറ്റർമൈൻ റെസിസ്റ്റൻസ് ആൻഡ് സക്സെപ്റ്റബിലിറ്റി ടു ഡിസീസ്. അതായത് ജീനുകളാണ് രോഗപ്രതിരോധ സംവിധാനത്തെ ഒരു വ്യക്തിയിൽ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് കണ്ടുപിടുത്തം. ജീനുകൾ എന്തെന്നാൽ ചില ആൾക്കാർക്ക് ചില അസുഖങ്ങൾ വളരെ വേഗത്തിൽ പിടിപെടും, ചിലർക്ക് പിടിപെടത്തില്ല. അപ്പോൾ ഇതിന് കാരണം ചില വ്യക്തികൾക്ക് രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ടുള്ള ജന്മനാ ഉള്ള കഴിവ് അല്ലെങ്കിൽ കഴിവ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടാകുന്നത് ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ജീനുകളുടെ പ്രത്യേകത കൊണ്ടാണ്. അപ്പം ജീനുകൾക്ക് അങ്ങനെയുള്ള കഴിവ്, അല്ലെങ്കിൽ അങ്ങനെ രോഗപ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ജീനുകൾ ഇല്ലാത്തവർക്ക് ചില പ്രത്യേക രോഗങ്ങൾ വേഗം വരികയും അല്ലാത്തവർക്ക് ആ രോഗം പിടിപെടാനുള്ള സാധ്യത കുറവും ആയിരിക്കും. അപ്പം അങ്ങനെ ജീനുകളാണ്
രോഗത്തെ നിയന്ത്രിക്കുന്നതിന് പ്രധാനമായിട്ട് വർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഉള്ളതെന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് ബിറാജ് ബെനാറസിൻ്റേത്. 1980 അദ്ദേഹത്തിന് ഈ ഒരു കണ്ടുപിടുത്തത്തിന് നൊബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. അടുത്ത വളരെ പ്രധാനപ്പെട്ട 3 പേരാണ് 1984 നൊബൽ പ്രൈസ് കിട്ടിയവർ. നീൽസ് കാച്ച് ജെറിൻ, ഡാനിഷ് ഇമ്മ്യൂണോളജിസ്റ്റാണ്. ജോർജ് കോളർ, ജർമ്മൻ ബയോളജിസ്റ്റ്. ദെൻ സെസർ മിൽസ്റ്റൺ, അർജന്റീനിയൻ ബയോകെമിസ്റ്റ്. ഇവർ 3 പേരും 1984 നൊബൽ പ്രൈസ് ഷെയർ ചെയ്യുകയുണ്ടായി. അതായത് അവരുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ദേ ഡിസ്കവർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ കണ്ടുപിടുത്തമാണ് അവർക്ക് നൊബൽ പ്രൈസ് കിട്ടിയത്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ എ ഹോമോലോഗസ് പ്രിപ്പറേഷൻ ഓഫ് ദ ആൻറ്റിബോഡി മോളിക്യൂൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ ക്ലോൺ ഓഫ് ബി സെൽ ലീനിയേജ്. അതായത് ഒരു ബി സെല്ലിൽ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ആൻറ്റിബോഡികൾ ആൻറ്റിജനുകൾക്കെതിരെ, അതായത് ലക്ഷക്കണക്കിനായിട്ടോ അല്ലെങ്കിൽ ആൻറ്റിജനുകൾക്കെതിരെ എത്രത്തോളം ആൻറ്റിജൻ ഉണ്ട് അതിനെല്ലാം നശിപ്പിക്കാനായിട്ട് ഒരു കോശത്തിൽ നിന്നും ഒരേപോലെയുള്ള 100 കണക്കിന് 1000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ള കണ്ടുപിടുത്തമാണ് ഈ 3 പേരും നടത്തിയത്. ആ കണ്ടുപിടുത്തത്തിനെയാണ് അവർക്ക് 1984 നൊബൽ പ്രൈസ് കിട്ടിയത്. ഇത് ഇമ്മ്യൂണോളജിയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തലാണ്. 1987 നൊബൽ പ്രൈസ് കിട്ടിയ മറ്റൊരു ശാസ്ത്രജ്ഞനാണ് സുസുമു ടൊണിഗാവ. അദ്ദേഹം ഒരു ജപ്പാൻ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പഠനം എന്ന് പറയുന്നത് ഹൗ ആൻറ്റിബോഡീസ് ആർ ജനറേറ്റഡ് ആൻഡ് ഹൗ ദേ ആർ ഏബിൾ ടു കമ്പൈൻ വിത്ത് വാസ്റ്റ് അറേ ഓഫ് ഫോറിൻ മോളിക്യൂൾസ്. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നും ലക്ഷക്കണക്കിനായിട്ടുള്ള രോഗാണുക്കൾക്കെതിരെ വിവിധ തരത്തിൽ എങ്ങനെ ഇവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ഇവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കണ്ടുപിടുത്തമാണ് സുസുമു ടൊണിഗാവയുടേത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ കണ്ടുപിടുത്തത്തിന് 1987 അദ്ദേഹത്തിന് നൊബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. 1990 നൊബൽ പ്രൈസ് കിട്ടിയ 2 ശാസ്ത്രജ്ഞരാണ്. ഒന്ന് ഡൊണാൾഡ് തോമസ്, അദ്ദേഹം ഒരു അമേരിക്കൻ ഫിസിഷ്യനാണ്. ജോസഫ് മറേ, അമേരിക്കക്കാരനായിട്ടുള്ള ഒരു സർജൻ. ഇവർക്ക് 2 പേർക്കും 1980 നൊബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. ഡൊണാൾഡ് തോമസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സർജൻ സക്സസ്ഫുള്ളി ട്രാൻസ്പ്ലാന്റ് ഓർഗൻ. ഹി ഗ്രാഫ്റ്റഡ് കിഡ്നി ബിറ്റ്വീൻ ഐഡന്റിക്കൽ ട്വിൻസ്. ആദ്യമായിട്ട് കിഡ്നി മാറ്റിവെച്ച ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ശാസ്ത്രജ്ഞനാണ് ഡൊണാൾഡ് തോമസ്. ജോസഫ് മെറേ ഫസ്റ്റ് ടു പെർഫോം സക്സസ്ഫുൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻ എ പേഷ്യൻറ്റ് ഹു ഹാഡ് ഫസ്റ്റ് ബീൻ എറാഡിക്കേറ്റഡ് ടു റിമൂവ് ലുക്കീമിയ സെൽസ്. നമുക്ക് ലുക്കീമിയ അല്ലെങ്കിൽ രക്ത അർബുദം എന്ന് പറയുന്ന അസുഖം ഭേദപ്പെടുത്താനായിട്ടുള്ള ചികിത്സാ രീതി എന്ന് പറയുന്നത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബോൺ മാരോയിൽ നിന്നാണ് രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പം ബോൺ മാരോ എന്ന് പറഞ്ഞാൽ എല്ലിനകത്ത് കാണപ്പെടുന്ന കോശങ്ങൾ, അവ പൂർണ്ണമായിട്ടും നീക്കം ചെയ്ത് പുതിയ ബോൺ മാരോ വെച്ച് പിടിപ്പിച്ച് ലുക്കീമിയ എന്ന് പറയുന്ന ക്യാൻസർ അല്ലെങ്കിൽ ലുക്കീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഓവർകം ചെയ്യാനായിട്ട് സഹായിച്ച ഒരു സർജറി നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ സർജറിക്ക് ഉടമയാണ് ജോസഫ് മറേ. ഇവർ 2 പേരുടെയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഈ സർജറിക്ക്, ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ട ഈ പരിശ്രമങ്ങൾക്ക് 1990 ഇവർക്ക് നൊബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. അടുത്തത് 1996 നൊബൽ പ്രൈസ് കിട്ടിയ പീറ്റർ ഡോക്തി. അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ വെറ്റിനറി സർജനാണ്. അദ്ദേഹത്തിൻ്റെ പഠനം എന്ന് പറയുന്നത് സ്റ്റഡി ഓൺ സ്പെസിഫിക് ഓഫ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ്. നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസാണ് അല്ലെങ്കിൽ രോഗപ്രതിരോധ സംവിധാനമാണുള്ളത്. ഒന്ന് ആൻറ്റിബോഡിയുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന രോഗപ്രതിരോധ സംവിധാനവും, രണ്ടാമത്തേത്
വെളുത്ത രക്താണുക്കളുടെ ശരീര നിയന്ത്രണത്താൽ പ്രവർത്തിക്കുന്ന രോഗപ്രതിരോധ സംവിധാനം. ഈ വെളുത്ത രക്താണുക്കൾ എങ്ങനെയാണ്? അതായത് ടി സെല്ലും ബി സെല്ലുമാണ് വെളുത്ത രക്താണുക്കൾ. ബി സെൽ എന്ന് പറഞ്ഞാൽ ബോൺമാരയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്, ടി സെൽ എന്ന് പറഞ്ഞാൽ ബോൺമാരയിൽ നിന്ന് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലും തൈമസ് ഗ്ലാൻഡിൽ, അതായത് ഗ്ലാൻഡിൽ വെച്ചിട്ടാണ് അത് മാച്ചുവർ ചെയ്യുന്നത് അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച എത്തുന്നത്. അപ്പോൾ ഈ രണ്ട് കോശങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനമാണ് പീറ്റർ ഡോർട്ടി നടത്തിയത്. അദ്ദേഹത്തിന് അതുകൊണ്ട് 1996 ഈ പഠനത്തിന് നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. അടുത്ത 2002 നോബൽ പ്രൈസ് കിട്ടിയ 3 പേരാണ്. സിഡ്നി ബ്രന്നർ, സൗത്ത് ആഫ്രിക്കൻ ബയോളജിസ്റ്റാണ്. റോബർട്ട് ഹോവിറ്റ്സ്, അമേരിക്കൻ ബയോളജിസ്റ്റാണ്. ജോൺ എഡ്വേർഡ് സൾസൺ, ബ്രിട്ടീഷ് ബയോളജിസ്റ്റാണ്. അവരുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ജനറ്റിക് റെഗുലേഷൻ ഓഫ് ഓർഗൻ ഡെവലപ്മെൻറ്റ് ആൻഡ് സെൽ ഡെത്ത്. നമ്മുടെ ശരീരത്തിലെ എങ്ങനെയാണ്, ഏതൊക്കെ ജീനുകളാണ് ഏതൊക്കെ കോശങ്ങളുടെ അല്ലെങ്കിൽ അവയവങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നതെന്നും എങ്ങനെയാണ് സെൽ ഡെത്ത്, അതായത് പ്രോഗ്രാംഡ് സെൽ ഡെത്ത്, നമ്മൾ ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചതാണ്. അപ്പം ഏജിങ്, പ്രോഗ്രാംഡ് സെൽ ഡെത്ത് അല്ലെങ്കിൽ കോശങ്ങൾ നശിക്കുന്നത് എങ്ങനെയാണ്, അവയെയൊക്കെ നിയന്ത്രിക്കുന്ന ജീനുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കണ്ടുപിടുത്തം അല്ലെങ്കിൽ തുടങ്ങിയ പഠനങ്ങളാണ് ഇവർ 3 പേർ ചേർന്ന് നടത്തിയത്. അതിനായി 2002 ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. അടുത്ത വളരെ പ്രധാനപ്പെട്ട റീസെൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തം ലൂക്ക് മോണ്ടൈനറിൻ്റെയും ഫ്രാങ്കോസി സിനോസി എന്ന് പറഞ്ഞ 2 പേരുടേതാണ്. ഡിസ്കവേർഡ് HIV ആസ് ദ കോസേറ്റീവ് ഏജൻറ്റ്സ് ഓഫ് എയ്ഡ്സ്. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്ന് പറയുന്ന വൈറസ് ആണെന്നുള്ള കണ്ടുപിടുത്തമാണ് ലൂക്ക് മോണ്ടൈനറിൻ്റെയും ഫ്രാങ്കോസി സിനോസിയുടെയും കണ്ടുപിടുത്തം. അത് ഇമ്മ്യൂണോളജിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ്. അടുത്തത് നോബൽ പ്രൈസ് കിട്ടിയ മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ഹെറാൾഡ് സർ ഹുസൈൻ. അദ്ദേഹമാണ് ഹ്യൂമൻ പാപ്പിലോണ വൈറസ് എന്ന് പറയുന്ന വൈറസിനെ കണ്ടെത്തുന്നതും അത് സെർവിക് ക്യാൻസറിന് ഇടയാക്കുന്നതും എന്നുള്ളൊരു കണ്ടുപിടുത്തം 2008 നടത്തി. ഈ 2 കണ്ടുപിടുത്തങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ HIV വൈറസിൻ്റെയും HPV ഹ്യൂമൻ പാപ്പിലോണ വൈറസിൻ്റെയും കണ്ടുപിടുത്തങ്ങൾക്ക് നോബൽ പ്രൈസ് ഇവർ ഷെയർ ചെയ്യുകയുണ്ടായി. അടുത്തത് 2011 നോബൽ പ്രൈസ് കിട്ടിയ കനേഡിയൻ ഫിസിഷ്യൻ റാൽഫ് സ്റ്റെയിൻമാനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. ആൻറ്റിജനെ പ്രസൻറ്റ് ചെയ്യുക, അതായത് ആൻറ്റിജനെ നശിപ്പിക്കുന്ന, ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് കടക്കുന്ന രോഗാണുക്കളെയോ പ്രോട്ടീനുകളെയോ ഒക്കെയാണ് ആൻറ്റിജൻ എന്ന് പറയുക. ആ ആൻറ്റിജനെ നശിപ്പിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന് ആൻറ്റിബോഡി ഉപയോഗിച്ചിട്ട്, രണ്ടാമത്തത് കോശങ്ങൾ ഉപയോഗിച്ച്. കോശങ്ങൾ വെളുത്ത കോശങ്ങൾ അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കൾ. ആ കോശങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡെൻഡ്രൈറ്റിക് സെൽസ് ആണ്. അപ്പം ഇങ്ങനെ ആൻറ്റിജനെ പ്രസൻറ്റ് ചെയ്യുന്ന കോശങ്ങളെ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്നാണ് പറയുന്നത്. ആ ഡെൻഡ്രൈറ്റിക് സെൽസിൻ്റെ കണ്ടുപിടുത്തമാണ് റാൽഫ് സ്റ്റെയിൻമാന് 2011 നോബൽ പ്രൈസ് കിട്ടുന്നതിന് ഇടയാക്കിയത്. അതായത് their main function is to process antigen material and present it on the cell surface of the T cells of the immune system and thereby their role in adaptive immunity. അതായത് ആൻറ്റിജനുകളെ ക്യാപ്ചർ ചെയ്തതിന് ശേഷം ടി സെല്ലിലേക്ക് എത്തിച്ച് ടി സെല്ലിൻ്റെ സഹായത്താൽ നശിപ്പിക്കുന്ന ഒരു സംവിധാനം ഇമ്മ്യൂൺ സിസ്റ്റത്തിലുണ്ട് എന്നുള്ള കണ്ടുപിടുത്തമാണ് റാൽഫ് സ്റ്റെയിൻമാൻ നടത്തിയത്. അടുത്തത് 2011 നേരത്തെ സ്റ്റെയിൻമാനോടൊപ്പം നോബൽ പ്രൈസ് കിട്ടിയ മറ്റ് 2 പേരാണ്. ബ്രൂസ് ബ്യൂട്ട്ലർ, അമേരിക്കൻ ഇമ്മ്യൂണോളജിസ്റ്റാണ്. ജൂൾസ് ഹോഫ്മാൻ, അദ്ദേഹം ഒരു ഫ്രഞ്ച് ബയോളജിസ്റ്റാണ്. They discover the receptor proteins which can recognize microbes and active innate immunity.
അവരുടെ കണ്ടുപിടുത്തം ഇമ്മ്യൂണോളജിയിൽ വളരെ പ്രധാനപ്പെട്ട റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്. ദേ ഡിസ്കവർ ദ റിസപ്റ്റർ പ്രോട്ടീൻസ് വിച്ച് ക്യാൻ റെക്കഗ്നൈസ് മൈക്രോബ്സ് ആൻഡ് ആക്റ്റീവ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അതായത് മൈക്രോബ്സിൻ്റെ ശരീരത്തിന് പുറത്ത്, അതായത് രോഗാണുക്കളുടെ പുറത്ത് കാണപ്പെടുന്ന പ്രോട്ടീനുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രോട്ടീനുകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രോട്ടീനുകളോടുകൂടി വരുന്നത് ആൻറ്റിജനുകളാണെന്നും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തിരിച്ചറിയിച്ച് ഇന്നേറ്റായിട്ടുള്ള ഇമ്മ്യൂണിറ്റി, അതായത് ജന്മനായുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുക എന്നൊരു സംവിധാനം ശരീരത്തിനുണ്ട് എന്നുള്ളത് കണ്ടെത്തുകയാണ് ബ്രൂസ് ബട്ട്ലറും ജൂൾസ് ഹോഫ്മാനും. റാൽഫ് സ്റ്റെയിൻമാൻ്റെ കണ്ടുപിടുത്തവും ഇവർ 3 പേരും കൂടിയാണ് 2011 നോബൽ പ്രൈസ് ഷെയർ ചെയ്തത്. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇതിനകത്ത് 1 മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളുണ്ട്, അറ്റുനേഷൻ പോലെയുള്ള ചോദ്യങ്ങൾ. ഇവയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ചിഞ്ചു ടീച്ചറാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് എടുക്കുന്നത്. ടീച്ചർ ഒന്നുകൂടി ഈ ക്ലാസ് എടുക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഇന്ന് 2 മണിക്കാണ് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് നിങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് ഒരു പ്രൈമറി ആയിട്ട് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരു ഡിസ്കഷൻ പോലെ നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും കരുതലും എപ്പോഴും ഞാൻ ഓർക്കുന്നു. എല്ലാവരും വരുന്ന പരീക്ഷ നന്നായിട്ട് പഠിക്കുക. ഇടയ്ക്ക് നിങ്ങൾക്ക് ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ടുള്ള തുടർന്ന ക്ലാസ്സുകൾ ഞാൻ മുൻകൂട്ടി അയച്ചു തരും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമുക്ക് ഒരു ഡിസ്കഷൻ ക്ലാസ്സിൽ, ലൈവ് ക്ലാസ്സിൽ നമുക്ക് അതുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.